പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാനങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വപ്പെടുത്തങ്ങയ്ക്ക് നന്ദി പറയുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു തരുമെന്ന് കർത്താവെ ഞങ്ങളോട് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് വ്യക്തമാക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് അത് നൽകും. കാരുണ്യവാനായ കർത്താവെ, നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ വലയുന്നവരാണ് ഞങ്ങൾ. പ്രാർത്ഥിക്കുവാനായിട്ട് ശരിയായിട്ട് പറ്റാത്ത അവസരങ്ങൾ, നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസരങ്ങൾ, ബന്ധങ്ങളിൽ വന്ന വീഴ്ചകൾ, കുടുംബത്തിലെ തകരാറുകൾ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, മക്കളില്ലാത്ത ദമ്പതികളുടെ നിലവിളികൾ, മക്കൾ വഴിതെറ്റിപ്പോയതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, ലഹരിക്കടിമയായിപ്പെട്ട മക്കളും ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വേദനകൾ. കാരുണ്യവാനായ കർത്താവെ, മാരകമായ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് അസ്വസ്ഥപ്പെടുന്ന ധാരാളം പേര്, കുടുംബത്തിലെ രോഗങ്ങളും ഒന്ന് തീരുന്നതിന് മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ധാരാളം അസ്വസ്ഥകളുമായി കഴിയുന്ന എല്ലാ മക്കളെയും ഇന്ന് നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പിതാവിനോട് എന്ത് അങ്ങയുടെ നാമത്തിൽ ചോദിച്ചാലും നൽകുമെന്ന കർത്താവായ യേശുക്രിസ്തുവെ നീ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു, ഞങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ ജീവനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ പിറക്കുവാനും ജീവിക്കുവാനും അങ്ങ് നൽകിയ അവസരങ്ങൾ, എത്ര കോടി ജന്മം നീ എനിക്ക് തന്നാലും കർത്താവെ, നിൻ്റെ സ്നേഹത്തിൽ നകന്നു പോയാൽ ഞാൻ വെറും തൃണമാണെന്നറിയുന്നു. ഇതാ കർത്താവെ, തന്ന ഈ ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തും. നിൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നാഥാ, നീ കൈക്കൊള്ളണേ എന്നെ, നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നിത്യനായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളിതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.